ഞങ്ങൾ പോലീസ് ഇല്ലാതെയും പോകും ജാഥ. ഞങ്ങളൊന്നും പേടിച്ചിട്ട് ജാഥ നിർത്താൻ പോവാ. ഇവര് പേടിപ്പിച്ചിട്ട് അവരെന്താ തെറ്റിദ്ധരിച്ചത്? ഈ യാത്ര നിർത്തിവെക്കാന്ന് വെച്ചാൽ ഭയപ്പെടുത്തിയിട്ട്. ആരെയാണ് ഭയപ്പെടുത്തുന്നത്? ആരെയാണ് അവർ ഭയപ്പെടുത്തുന്നത്? ഒരാളെ ഭയപ്പെടുത്തണ്ട. നമുക്ക് നോക്കിക്കൊണ്ടിരിക്കുക. നമുക്ക് സമയമുണ്ടല്ലോ ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ. കേരളത്തിലെ രാഷ്ട്രീയ പരിസരത്തില് ഈ പാർട്ടികൾ തമ്മിലുള്ള അടി അല്ലെങ്കിൽ പാർട്ടി ഓഫീസുകൾ ആക്രമിക്കുന്ന വേറെ കാലമായിട്ട് ഇല്ലാത്തൊരു സാഹചര്യം. പക്ഷേ നോർത്തിലുള്ളതുപോലെ ഇപ്പോഴത് നടക്കുകയാണ്. തിരുവനന്തപുരത്തായി കണ്ണൂരിലായി സംഭവിച്ചിരിക്കുകയാണ്. ഇതിലെ ഉത്തരവാദിത്തമുള്ള രണ്ട് പാർട്ടികൾ എന്ന നിലയിൽ നിങ്ങൾ ചർച്ച അവസാനിപ്പിക്കേണ്ടതല്ലേ? അതല്ല, ഇല്ലാത്തൊരു വിഷയം ഉണ്ടാക്കി പച്ചക്കള്ളം പ്രചരിപ്പിച്ച് പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും നോണ പറയാ, പച്ചക്കള്ളം പറയാ, ഇല്ലാത്തൊരു കാര്യം, മന്ത്രി ഉൾപ്പെടെ. മനസ്സിലായ? എന്നിട്ട് പ്രചരിപ്പിച്ചിട്ട് അക്രമത്തിന് ആഹ്വാനം ചെയ്യാണ്. അക്രമത്തിന് ഈ പാർട്ടി സെക്രട്ടറിക്കെതിരായിട്ടാണ് ആദ്യം നടപടിയെടുക്കേണ്ടത്. അക്രമത്തിന് ആഹ്വാനം ചെയ്തതിന്, കലാപത്തിന് ആഹ്വാനം ചെയ്തതിന് കേസെടുക്കണം. എം.വി. ഗോവിന്ദനെതിരായിട്ട് ആരോഗ്യമന്ത്രിയുടെ കൈയും പെടലിയും തിരിച്ചു. കേസുകാരെന്ന് പറഞ്ഞു പച്ചക്കള്ളം പറഞ്ഞ് കലാപാഹ്വാനം നടത്തിയത് പാർട്ടി സെക്രട്ടറിയാ. അദ്ദേഹത്തിനെതിരായി കേസെടുക്കണം. സെക്രട്ടറിയുടെ പരാമർശം കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു വനിതാ മന്ത്രിക്ക് നേരെ ആക്രമണം ഉണ്ടാവുകയും ആക്രമിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അത് തന്നെ പറഞ്ഞത്. പെടലിക്ക് തിരിച്ചെന്നും കൈ പിടിച്ച് തിരിച്ചെന്നും പച്ചക്കള്ളം പറഞ്ഞു കൊല്ലാൻ ശ്രമിച്ചെന്നവരെ. എന്നിട്ട് ആ കേസ് പ്രവർത്തകർ, പ്രതിഷേധ പ്രകടനം നടത്തിയവർക്കെതിരായിട്ട് വധശ്രമത്തിന് കേസ് കൊടുത്തു. വധശ്രമത്തിന് കേസെടുത്ത് അവരെ റിമാൻഡ് ചെയ്തിന്. ആകെ അവർ കരിങ്കൊടി പിടിച്ചത് മാത്രമാണ്. സ്പീക്കർ ബോധ്യപ്പെടാൻ സ്പീക്കർ അത് കണ്ടില്ലല്ലോ. സ്പീക്കർ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലായിരുന്നല്ലോ. പിന്നെ എങ്ങനെ കണ്ടു ബോധ്യപ്പെടണം? സ്പീക്കർ പഴയ SFIക്കാരനായതാണ്. ഇപ്പോ സ്പീക്കർ ആ പദവിയിലാണ് ഇരിക്കുന്നതെന്ന് മറന്നുപോയി. എന്നിട്ട് പണ്ട് ഈ കോളേജിലൊക്കെ ഇതുപോലത്തെ നാടകം ഉണ്ടാക്കുമല്ലോ, തല്ലിയെന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്ത കെട്ടൊക്കെ കെട്ടി വരുമല്ലോ ചിലര്. അതുപോലത്തെ ഒരു നാടകം അദ്ദേഹമാണ് ഉപദേശിച്ചെങ്കിൽ ഞാൻ ഒരു സലാം പറഞ്ഞിരിക്കുന്നു സ്പീക്കറോട്. സ്പീക്കർ പദവിയിലാണ് ഇരിക്കുന്നതെന്ന് മറന്നുപോയിട്ട് പഴയ SFIക്കാരനായി അദ്ദേഹം മാറി. ഇത്രയേ ഉള്ളൂ. അപ്പൊ അസംബ്ലിയൊക്കെ കഴിഞ്ഞു, കുഴപ്പമില്ല. അതിന് സ്പീക്കർ ഉണ്ട്. ആ കൂടാലോചനയിൽ സ്പീക്കറുണ്ട്. സംശയം എന്താ? സ്പീക്കറായിട്ട് കൂടി ആലോചിച്ചിട്ടാണ് മൊത്തം തിരിയുന്നത്. അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ എത്തുന്നവരെ ഒരു കുഴപ്പമില്ല. കൂളായിട്ട് എല്ലാവരോടും സംസാരിച്ച് അലോ പറഞ്ഞു പോവാ. അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്നപ്പോഴാണ് പെട്ടെന്ന് ഇത്. പിന്നെ എല്ലാവരും പറഞ്ഞു നിങ്ങൾ ഈ പാട് എന്ന് പറഞ്ഞിട്ട് ഒരു പാട് എല്ലാവരും ഇന്നലെ കാണിച്ചു. സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ട്, തലവസ്ഥ പരിപാടിയിൽ ആ പാടുണ്ടായിരുന്നതുകൊണ്ട് രക്ഷപ്പെട്ട്. ഇല്ലെങ്കിൽ കേസ് പ്രവർത്തകർ കത്തി വെച്ച് കുത്തിയെന്ന് പറയാനാ കയ്യിൽ. അല്ല, സ്ഥാനാർത്ഥി നിർണയം തെരഞ്ഞെടുപ്പ് നമ്മൾ ഉദ്ദേശിച്ചത് മാർച്ച് 1-ാം തീയതിക്ക് ഉണ്ടാവുന്നതാണ്. ആ ഒരു സെക്കൻഡ് വീക്കിലേക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ അനൗൺസ്മെന്റ് പോകും. പിന്നെ നമ്മുടെ ജാഥ നടക്കുകയാണ്. ഞങ്ങൾ UDF-ലെ ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ്. 24 മണിക്കൂർ കൊണ്ട് ഏത് സമയത്തും അത് അവസാനിപ്പിക്കാം. അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ പ്രൊസീജിയർ തുടങ്ങി. സ്ക്രീനിംഗ് കമ്മിറ്റി അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഞങ്ങൾ ഇനി സ്ക്രീനിംഗ് കമ്മിറ്റി ചേരും. അതിന് ഞങ്ങളെല്ലാം പങ്കെടുക്കും. അതിനുശേഷം വളരെ സ്മൂത്തായിട്ട് 2 ഘട്ടമായിട്ട് കേരളത്തിലെ സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിക്കും, ഘടകകക്ഷികളും പ്രഖ്യാപിക്കും. അല്ല, അത് പറയാറായില്ല. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത്